കരസേന മുൻ മേധാവി എം നരവേനയുടെ വിവാദ പുസ്തകം പുറത്തുവന്നതിൽ ഡൽഹി പോലീസിന്റെ കൂടുതൽ കണ്ടെത്തൽ. പുസ്തകം പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർബന്ധിത അനുമതിയില്ലാതെയാണ് പുസ്തകം പുറത്തുവന്നത്. വിദേശ വിൽപ്പന കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഓൺലൈനിൽ വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തി. പുസ്തകം വിൽപ്പനയ്ക്ക് പിന്നിൽ ആസൂത്രിത നീക്കം നടന്നെന്നാണ് പോലീസിന്റെ സംശയം. ചൈന ഇന്ത്യൻ അതിർത്തിയിൽ കടന്നുകയറിയെന്ന പരാമർശമുള്ള പുസ്തകം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയതോടെയാണ് വിവാദവും അന്വേഷണവും തുടങ്ങിയത്. പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് പ്രസാധകരും. നരവേനെ വിറ്റുവെന്ന് ആരോപിക്കപ്പെടുന്നു. കരസേന മുൻ മേധാവി എം നരവേനയുടെ വിവാദ പുസ്തകം പുറത്തുവന്നതിൽ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തുവരികയാണ്. പുസ്തകം പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർബന്ധിത അനുമതി ഇല്ലാതെയാണ് പുസ്തകം പുറത്തുവന്നത്. വിദേശ വിൽപ്പന കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഓൺലൈനിൽ വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തി. പുസ്തക വിൽപ്പനയ്ക്ക് പിന്നിൽ ആസൂത്രിത നീക്കം നടന്നെന്നാണ് പോലീസിന്റെ സംശയം. ചൈന ഇന്ത്യൻ അതിർത്തിയിൽ കടന്നുകയറിയെന്ന പരാമർശമുള്ള പുസ്തകം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയതോടെയാണ് വിവാദവും അന്വേഷണവും തുടങ്ങിയത്. പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് പ്രസാധകർ.